മധ്യവേനൽ അവധി ആഘോഷമാക്കാനെത്തിയ സഞ്ചാരികളുടെ തിരക്കാണ് ഇടുക്കി വാഗമണ്ണിൽ. പൂക്കളുടെ വർണ്ണവസന്തത്തിനൊപ്പം സാഹസിക വിനോദസഞ്ചാര സാധ്യതകളുമാണ് വാഗമണ്ണിനെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കുന്നത്. വാഗമൺ കാഴ്ചകൾക്ക് കൂടുതൽ അഴക് വിരിച്ച് ഈ മാസം 11 വരെ ഫ്ലവർ ഷോയും നടക്കും. ഹൈറേഞ്ചിന്റെ തണുപ്പ് തേടിയെത്തുന്ന സഞ്ചാരികളുടെ പറുദീസയാണ് വാഗമൺ. പുലർച്ചെ മഞ്ഞിന്റെ മേലങ്കി അണിഞ്ഞു കിടക്കുന്ന മൊട്ടക്കുന്നുകളും തേയിലച്ചെരുവുകളും ഫ്ലവർ ഗാർഡനും കണ്ട് പൈൻമരങ്ങൾക്കിടയിലൂടെ ഒരു നടത്തം. അങ്ങനെ ആസ്വദിക്കാൻ ഏറെയുണ്ട് വാഗമണിൽ. കണ്ണാടിപ്പാലമാണ് വാഗമൺ കാഴ്ചകളിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. പ്രായം നോക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇത്രയും കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇത് നല്ലൊരു സംരംഭമാണ്. കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ അല്ലെങ്കിൽ വലിയ പ്രായമായവർക്ക് വരെ ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമാണ് വാഗമണ്ണ് ഒരുക്കിയിരിക്കുന്നത്. സ്കൈ സൈക്ലിംഗ്, റോക്കറ്റ് ഇഞ്ചക്ടർ, സ്വിപ്പ് ലൈൻ, സ്കൈ റോളർ തുടങ്ങി ഒന്ന് പറന്ന് കാഴ്ചകൾ കാണാൻ പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെ സാഹസിക സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി സാഹസിക ആക്ടിവിറ്റികളും വാഗമണ്ണിലുണ്ട്. ഇത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിട്ടുള്ള തോന്നുന്നത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വന്നതാണ്. ഇപ്പോൾ പല സ്ഥലത്തും പോയി, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി തോന്നിയ ഒരു വളരെ കണ്ണിന് വളരെയധികം കുളിർമ കിട്ടുന്ന ഒരു പ്ലേസ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. ഉച്ചയ്ക്ക് ശേഷം ചില ദിവസങ്ങളിൽ പെയ്യുന്ന വേനൽ മഴ സഞ്ചാരികൾക്ക് ചെറിയ നിരാശ പകരുന്നുണ്ടെങ്കിലും വൈവിധ്യങ്ങളായ പൂക്കളുമായി പുഷ്പമേളയും എത്തിയതോടെ കാഴ്ചക്കാർക്ക് കൂടുതൽ നിറം കൈവരും. വാഗമൺ അത്യാവശ്യം അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളെല്ലാം സന്ദർശിച്ചു. പക്ഷേ ഈ ഫ്ലവർ ഷോ ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടുക്കും കാര്യങ്ങളും എല്ലാം അവരുടെ മെയിൻ്റെനൻസും അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. വേനൽ അവധി അവസാനിക്കാറാകുന്നതോടെ വീണ്ടും തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.